ഹായ്, നമുക്കിന്നൊരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പനീർ റെസിപ്പിയും അതുപോലെ ഹെൽത്തി ആയിട്ട് ഓയിലൊന്നും ചേർക്കാത്ത ഒരു മയണൈസിൻ്റെ റെസിപ്പിയും കണ്ടാലോ. അത് നമുക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ട് അതിലേക്ക് സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇതിന് വേണ്ടത് കുറച്ച് സാധനങ്ങൾ മാത്രമാണ്. സവാള, പിന്നെ മുട്ടക്കോസ്, അതായത് നമ്മുടെ ക്യാബേജ്, ക്യാരറ്റ്, പനീർ മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കൻ്റെ വേണം, അതും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ സവാള ഒന്ന് ചെറുതായിട്ട് ആ ബട്ടറിൽ വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് രണ്ടാമത് നമ്മൾ തക്കാളിയും ചേർത്തി ഒന്ന് ചെറുതായി വഴറ്റിയെടുത്താൽ മതി. ഓവർ ഉടഞ്ഞു പോകുന്ന രീതിയിലാക്കണ്ട, കാരണം നമുക്കിത് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ക്യാരറ്റും ക്യാബേജും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ലാസ്റ്റാണ് പനീർ ചേർക്കുന്നത്. പനീർ ചേർത്തിട്ട് നമ്മൾ ഒരുപാട് ഇളക്കി കൊടുത്താൽ അത് മൊത്തത്തിൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, അതും ചേർക്കുക. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഹൈ ആയിട്ടല്ല, ചെറു തീയിൽ മൂടി വെച്ച് വേവിച്ചെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മയണൈസ് തയ്യാറാക്കുക. പുഴുങ്ങിയ മുട്ടയിലേക്ക് 2 വെളുത്തുള്ളിയും 2 ചീസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വിനാഗിരി ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച പാലാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എത്രത്തോളം മയണൈസിന് തിക്ക് വേണം അല്ലെങ്കിൽ തിക്ക് എത്ര വേണ്ട എന്നുള്ളതിനനുസരിച്ച് പാല് കുറച്ച് ഒഴിച്ചതിന് ശേഷം അടിച്ചെടുക്കുക. കുറച്ച് ഉപ്പും ചേർത്തിട്ട്, ഇല്ല നമ്മൾ ഓയിൽ ഒട്ടും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും കഴിക്കാവുന്നതാണ്. മയണൈസിൻ്റെ അതിൻ്റേതായ ടേസ്റ്റും വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയിലേക്ക് നമ്മൾ ഈ മിക്സ് ചേർത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് നമുക്ക് നൈറ്റിലായാലും ശരി, അതുപോലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണം കഴിക്കാം. ഇത്തിരി ഹെൽത്തി ആയിട്ട് ഡയറ്റ് നോക്കുന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഓക്കെ, വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരുന്നവരെ ഓക്കെ, ബൈ.